പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയ പ്രായത്തിൽ 1969-70 കാലത്ത് ആദ്യം വായിച്ച ഒരു സാംസ്കാരിക പ്രസിദ്ധീകരണം മനോരമ ആഴ്ചപ്പതിപ്പായിരുന്നു. അക്കാലത്ത് അതിന് വലിയ പ്രചാരമുണ്ടായിരുന്നു. ഇക്കാലത്തും അതിന് പ്രചാരത്തിന് യാതൊരു കുറവുമില്ല. പക്ഷേ അന്നത്തെ മനോരമ ആഴ്ചപ്പതിപ്പും ഇന്നത്തെ ആഴ്ചപ്പതിപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അന്ന് ഈ മനോരമ ആഴ്ചപ്പതിപ്പിൽ വരുന്ന തുടർ കഥകൾക്ക് നോവൽ എന്നായിരുന്നില്ല, നീണ്ട കഥ എന്നായിരുന്നു പേര്. അന്ന് മനോരമയ്ക്ക് ഇല്ലസ്ട്രേഷൻസ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം ഈ നീണ്ട കഥകളിലെ പ്രധാനപ്പെട്ട രംഗങ്ങൾ ചില ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഫോട്ടോ എടുപ്പിച്ച് ആ ഫോട്ടോയാണ് ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പിന്നെ ഈ ആർട്ടിസ്റ്റുകൾക്ക് ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഏതോ കാലത്ത് നീണ്ട കഥകളുടെ സ്ഥാനത്ത് നോവലുകൾ വരാൻ തുടങ്ങി. അതിന് ചിത്രീകരണം ഈ വരച്ച ഇല്ലസ്ട്രേഷൻസ് ആവുകയും ചെയ്തു. അത് ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല പറയാൻ പറ്റുന്നത്. ആ കാലത്ത് തന്നെ മനോരമ ആഴ്ചപ്പതിപ്പിൽ ചിത്രകഥകൾ ഉണ്ടാകുമായിരുന്നു. അതിൽ ആ കാലത്ത് ഞാൻ വായിച്ച ഒരു ചിത്രകഥ, അല്ലെങ്കിൽ വായിച്ചതെന്ന് പറയാൻ പറ്റില്ല, ആസ്വദിച്ച ഒരു ചിത്രകഥ വിക്രമാദിത്യൻ കഥകളെ ആസ്പദമാക്കിയിട്ട് ഉള്ള ഒന്നായിരുന്നു. വിക്രമാദിത്യൻ്റെ സിംഹാസനത്തിൽ ഇടയച്ചെറുക്കൻ കയറിയിരിക്കുന്നു. പിന്നീട് ആ കുന്ന് കുഴിച്ചു നോക്കി അത് വിക്രമാദിത്യൻ്റെ സിംഹാസനമാണ് എന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് വിക്രമാദിത്യൻ കഥകൾ ഈ സാലഭഞ്ജികൾ പറയുന്നതുമായിട്ട് ഉള്ള ചിത്രീകരണം തന്നെയാണ് ഈ ചിത്രകഥകളിലും ഉണ്ടായിരുന്നത്. അതിൽ അന്ന് വായിച്ച് മറന്ന ഒരു കഥ ഇപ്പം നമ്മുടെ ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പുറത്തു വന്നപ്പോൾ ഓർമ്മ വന്നു. ആ കഥയാണ് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ പ്രസക്തി, എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നുള്ളത്. വിക്രമാദിത്യ ചക്രവർത്തി എത്ര ഭാവനാ കുബേരനായിരുന്നു, അല്ലെങ്കിൽ എത്ര ക്രാന്തദർശിയായിരുന്നു എന്നും നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവും. കഥ ഏതാണ്ട് ഇപ്രകാരമാണ്. ഇതിൽ ചെറിയ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം 1969-70 വായിച്ചതാണ്. കൊല്ലം ഇത്രയും 2024. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് കഥയിലേക്ക് പ്രവേശിക്കുക. വിക്രമാദിത്യൻ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു ലൈംഗിക തൊഴിലാളി ഉണ്ടായിരുന്നു. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പറ്റി പണ്ട് പറഞ്ഞിരുന്ന വാക്ക് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം പൊളിറ്റിക്കലി കറക്റ്റല്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വളരെയധികം ഫീസ് വാങ്ങിയിരുന്ന, വളരെ വരുമാനം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ വളരെ ആസ്തിയും സ്വത്തും സമാഹരിച്ച ഒരു ധീര വനിത അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഫീസ് അല്ലെങ്കിൽ അവരുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായതുകൊണ്ട് സാധാരണക്കാർക്കോ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കോ ഒന്നും അവരെ സമീപിക്കാൻ കഴിയുമായിരുന്നില്ല. രാജകുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കിയ ആളുകളോ മൂലധന ശക്തികളോ മാത്രമായിരുന്നു ഈ മഹതിയിൽ അവരുടെ വികാരശമനം നടത്തിയിരുന്നത്. അതിൻ്റെ ഒരു അഹങ്കാരവും അവർക്കുണ്ടായിരുന്നു എന്ന് വെച്ചോളൂ. അങ്ങനെ ഇരിക്കവേ നാട്ടിലെ ഒരു ദരിദ്രനായ ബ്രാഹ്മണ യുവാവ് ഇവരെ സ്വപ്നത്തിൽ കാണുകയും സംയോഗം നടത്തുകയും ചെയ്തു. അപ്പോൾ യുവാവിന് വലിയ സന്തോഷം തോന്നി. ഇത്രയും പണമൊന്നും ചിലവഴിക്കാതെ തന്നെ കാര്യം നടന്നല്ലോ എന്ന ആഹ്ലാദത്തോടെ പിറ്റേ ദിവസം ഒരു സ്നാനഘട്ടത്തിൽ കുളിക്കാൻ ചെന്നപ്പോൾ ഇദ്ദേഹം സുഹൃത്തുക്കളായ മറ്റ് ചില ദരിദ്ര യുവാക്കളുമായിട്ട് ഈ അനുഭവം പങ്കുവച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു നിർവൃതി കൂടി കിട്ടി. ഈ നിർവൃതിയുടെ പുറത്ത് ആ നിർവൃതി കൂടിയായി. ഇത് അവിടെ കൊണ്ട് തീരണ്ടായിരുന്നു. അപ്പോൾ മറ്റ് യുവാക്കളൊക്കെ ഇദ്ദേഹത്തെ അഭിനന്ദിച്ചു. ഏതായാലും സ്വപ്നത്തിലാണെങ്കിൽ പോലും കാര്യം നടന്നല്ലോ എന്ന് കരുതി. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, നമ്മുടെ കഥാനായികയുടെ ഒരു ദാസി അതേ സ്നാനഘട്ടത്തിൽ കുറച്ച് അപ്പുറത്ത് കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരിത് കേൾക്കുകയും തിരിച്ച് ഈ സെക്സ് വർക്കറുടെ ഓഫീസിൽ ചെന്ന് കാര്യങ്ങൾ പറയും. ഇന്നമായൊരു സംഭവം ഉണ്ടായിട്ട് ഇവൻ 5 നയ പൈസ ചിലവില്ലാതെ കാര്യം സാധിച്ചു, കാര്യം സ്വപ്നത്തിലാണ് എങ്കിൽ പോലും. ഇത് കേട്ട് ഈ ധീര വനിത പ്രകോപിതയാകി അവർ ഉടനെ തന്നെ വിക്രമാദിത്യ ചക്രവർത്തിയുടെ മുമ്പിൽ കംപ്ലയിൻറ്റ് കൊടുക്കിച്ചു. അന്ന് മുനിസിപ്പൽ കോർട്ട് സബ് കോർട്ടൊന്നും ഇല്ലാതുകൊണ്ട് സൂട്ട് ഫോർ മണി അല്ലെങ്കിൽ മണി സൂട്ട് ഫയൽ ചെയ്യുന്നത് രാജസന്നിധിയിൽ തന്നെയാണ്. രാജാവിന് അതിനുള്ള സംവിധാനം ഉണ്ട്. അപ്പോൾ കേസ് വളരെ സങ്കീർണമായതുകൊണ്ട് ചക്രവർത്തി തന്നെ കേസ് വിചാരണ ചെയ്തു എന്നാണ് നമ്മൾ ചിത്രകഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വിക്രമാദിത്യൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ചാലേ ഇതിലൊരു വ്യക്തത വരുത്താൻ പറ്റും. ഏതായാലും ചക്രവർത്തി തിരുമനസ് ഈ കേസ് കേട്ടു. അദ്ദേഹത്തിന് കേസ് മനസ്സിലായി. ബ്രാഹ്മണ യുവാവിനെ വിളിച്ചു ചോദിച്ചു. യുവാവ് സത്യം പറഞ്ഞു, വേറെ നിവൃത്തിയില്ല, ഇങ്ങനെ സംഭവിച്ചു പോയി. അതുകൊണ്ട് ഈ പൈസ കൊടുക്കണം, പ്രതിഫലം കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ഈ പരാതിക്കാരുടെ അല്ലെങ്കിൽ അന്യായക്കാരുടെ ആവശ്യം. വിക്രമാദിത്യൻ പറഞ്ഞു, സംഗതി ശരിയാണ്, പ്രതിഫലം കൊടുക്കണം.
എന്നിട്ട് ഒരു കിഴിയിൽ ഇവരാവശ്യപ്പെട്ട സംഖ്യ, അന്ന് നാണയമാണ്, കിഴി കെട്ടിക്കൊണ്ടു. കിഴി കെട്ടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു കണ്ണാടി വെച്ചു. വിക്രമാദിത്യൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ കേസ് കൊടുത്ത അന്യായക്കാരിക്ക് വലിയ സന്തോഷമായി, കാശ് കിട്ടുമല്ലോ. കാശ് കിഴി ഈ കണ്ണാടിയുടെ മുമ്പിൽ വെച്ചു. എന്നിട്ട് പരാതിക്കാരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, ആ കണ്ണാടിയിൽ കാണുന്ന പൈസ എടുത്തു. അപ്പോൾ ഇവർ ചോദിച്ചു, അതെങ്ങനെ കണ്ണാടിയിൽ നിന്ന് പൈസ എടുക്കണം? എങ്ങനെ കണ്ണാടിയിൽ കാണുന്ന കാശ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചക്രവർത്തി ജഡ്ജ്മെൻറ്റ് പാസ്സാക്കി. സ്വപ്നത്തിൽ നടന്ന സംയോഗത്തിന് പ്രതിഫലം കണ്ണാടിയിൽ കാണുന്ന പണമാണ്, ശരിക്കുള്ള പൈസ തരാൻ പറ്റിയില്ല. ഇത് സ്വപ്നത്തിലാണ് കണ്ടത്, പ്രതിഫലം കണ്ണാടിയിൽ നിന്ന് എടുത്തോളൂ. അങ്ങനെ കേസ് തീർപ്പാക്കി എന്നുള്ളതാണ്. ഇത് വിക്രമാദിത്യൻ്റെ ബുദ്ധി വൈഭവത്തിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ കഥ എഴുതിയ ആൾ അല്ലെങ്കിൽ കഥ എഴുതിയ ആളുകൾ ധരിച്ചിട്ടുള്ളത്. മനോരമക്കാരും അങ്ങനെ തന്നെയാണ് ധരിച്ചത്. അത് വായിച്ച കാലത്ത് ഞാനും അങ്ങനെ വിചാരിച്ചു. പക്ഷേ സത്യത്തിൽ നമ്മുടെ മന്ത്രി ബാലഗോപാലിൻ്റെ ഭരണപരിഷ്കാരം കണ്ടപ്പോഴാണ് വിക്രമാദിത്യന് എത്ര നിസ്സാരമെന്ന് നമുക്ക് മനസ്സിലായത്. വിക്രമാദിത്യനൊക്കെ ആരുമല്ല, ഏതുമല്ല, ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ്? മാസം 1-ാം തീയതി തൊട്ട് 28-ാം തീയതി വരെ ജോലി ചെയ്ത NGO യൂണിയൻകാരടക്കമുള്ള ധീര സഖാക്കളോട് മന്ത്രി പറയുകയാണ്, ശമ്പളം നിങ്ങളുടെ അക്കൗണ്ടിൽ വരും, പക്ഷേ എടുക്കാൻ പറ്റുകയില്ല. എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് പറ്റില്ല. അക്കൗണ്ടിൽ വരും. ട്രഷറി ഓഫീസറുടെ പോലും ആ ശമ്പളം ട്രഷറി അക്കൗണ്ടിൽ വരും. പക്ഷേ ട്രഷറി അക്കൗണ്ടിൽ നിങ്ങൾക്ക് 5 നയ പൈസ എടുക്കാൻ പറ്റുകയില്ല. എടുക്കണമെങ്കിൽ അതിന് വേറെ പല നടപടിക്രമങ്ങളും ഉണ്ട്. തൽക്കാലം കാശ് അക്കൗണ്ടിൽ വന്നു എന്ന നിർവൃത്തി മാത്രം നിങ്ങൾക്ക് മതി. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്നത്, 1-ാം തീയതി രാവിലെ അല്ലെങ്കിൽ 2-ാം തീയതി വെളുപ്പിന് പത്രക്കാരൻ വരും. 31 ദിവസം ദേശാഭിമാനി ഇട്ടവർക്ക് കുഴപ്പമില്ല, കാരണം അതിൻ്റെ കാശ് അഡ്വാൻസായിട്ട് കൊടുക്കുക. മനോരമയുടെ ഏജൻറ്റ് വരും, കാശ് ചോദിക്കും, കൊടുക്കാൻ പറ്റിയില്ല. പാൽക്കാരൻ വരും, 29 ദിവസം പൈസ കൊടുത്ത ഇവിടെ പാല് സപ്ലൈ ചെയ്താണല്ലോ, കാശ് എവിടെയെന്ന് ചോദിച്ചാൽ ട്രഷറി അക്കൗണ്ടിൽ ഇട്ടെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. കുട്ടികൾക്ക് ഫീസ് കൊടുക്കണം, അതിനും പൈസ വേണം. അക്കൗണ്ടിലുണ്ട്, ധനകാര്യമന്ത്രിയുടെ ഉറപ്പാണ്, കുറുപ്പിൻ്റെ ഉറപ്പല്ല എന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മൊത്തം പുലിവില പിടിച്ചിരിക്കുകയാണ്. മന്ത്രിമാരുടെ ശമ്പളത്തിന് യാതൊരു തടസ്സവും ഉണ്ടായില്ല കേട്ടോ, അത് കൃത്യമായിട്ട് തന്നെ കിട്ടി. കാരണം മന്ത്രിമാർക്ക് കാശിന് ആവശ്യമുണ്ട്, NGOമാരെ പോലെയല്ല, ഗസറ്റഡ് ഓഫീസർമാരെ പോലെയല്ല. ഇന്നിപ്പോൾ കണ്ട ഒരു ട്രോൾ എന്താ വെച്ചാൽ, സർക്കാർ ഉദ്യോഗസ്ഥന് മാത്രമേ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന് വാശി പിടിച്ച മാതാപിതാക്കളെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ വായ്പ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ ബാങ്ക് മാനേജർമാരെ ഒറ്റയടിക്ക് ഇളിപ്പിനാക്കിയ സഖാവ് ബാലഗോപാലിനും കേരള സർക്കാരിനും അഭിവാദ്യങ്ങൾ എന്ന ട്രോളാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛൻ, മുത്തച്ഛൻ ഉണ്ടായിരുന്നു. അത് രണ്ടുപേരുടെ ആഗ്രഹം ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാകണം എന്നുള്ളതായിരുന്നു. എൻ്റെ നക്ഷത്രബലം കൊണ്ട് ആ വഴിക്ക് പോയരുത് എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു, ഒരു കാരണവശാലും തല്ലി കൊന്നാലും സർക്കാർ ഉദ്യോഗം ഞാൻ സ്വീകരിക്കുകയില്ല എന്ന്. BA പാസ്സായ കാലത്തും MA പാസ്സായ കാലത്തും ഒരിക്കലും അബദ്ധത്തിൽ പോലും PSCക്ക് ഒരു അപേക്ഷ ഞാൻ അയച്ചിട്ടില്ല. ഇത് ഒരു അഹങ്കാരം കൊണ്ട് പറയാതെ വിചാരിക്കരുത്. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, അന്ന് സർക്കാർ ഉദ്യോഗത്തിന് അപേക്ഷിക്കുകയും ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി തീരുകയും ചേരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ ഇന്ന് എന്താവുമായിരുന്നു? ഒന്നാമത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. രണ്ടാമത് ഈ ബാലഗോപാലിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മോശക്കാരായ മന്ത്രിമാരെ കാണുമ്പോൾ നമ്മൾ ഒച്ചാനിച്ച് എഴുന്നേറ്റിക്കേണ്ടി വരികയാണ്. മറ്റ് പല ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരികയാണ്, പല അപമാനങ്ങൾ സഹിക്കേണ്ടി വരികയാണ്. അതിലൊക്കെ ഉപരി കിട്ടാനുള്ള ശമ്പളം സാലറി ആയിട്ട് ട്രഷറി അക്കൗണ്ടിൽ ഒന്ന് കിടക്കുകയും കാശിൻ്റെ ആവശ്യത്തിന് നമ്മൾ മേലോട്ട് നോക്കി ഇരിക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് തന്നെ വേണം എന്നൊരു അഭിപ്രായം ഇട്ടിട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇവരുടെ പെരുമാറ്റവും ഓഫീസിൽ വരുന്ന സാധാരണക്കാരോടുള്ള ഇവരുടെ നിലപാടും സമീപനവും മനുഷ്യ പരമാവധി നടത്തിക്കുന്നതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മാസം സാലറി അടുത്തതിൻ്റെ പിന്നത്തെ മാസം കൊടുത്താലും തെറ്റില്ല എന്നൊരു അഭിപ്രായം ജനങ്ങളുടെ ഇടയിൽ പൊതുവെയുണ്ട്. പക്ഷേ NGO യൂണിയന് പ്രത്യേകിച്ചും അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇവർ ഈ സാലറി സറണ്ടർ ആന്റണി മാറ്റിവെച്ചു. ഖജനാവിൽ 5 പൈസയില്ല. EK നായനാരും ശിവദാസ മേനോനും കൂടി ഖജനാവ് കാലിയാക്കി വെച്ചിട്ടാണ് 2001-ാം ആണ്ടിൽ അജൂർ കച്ചേരിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. 5 നയാ പൈസയില്ല. പഴയ മെഹബൂബ് പാടിയ പാട്ട് പോലെയാണ്, നഞ്ച് വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല എന്ന അവസ്ഥയിലാണ് ആന്റണിയുടെ സർക്കാർ 2001-ൽ അധികാരം ഏറ്റെടുത്തത്. ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ അദ്ദേഹം ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കൊല്ലം ലീവ് സറണ്ടർ സാലറി ഇല്ല, ലീവ് ആരും സറണ്ടർ ചെയ്യേണ്ട, ആവശ്യമുള്ളൊരു ലീവ് എടുത്തോളൂ എന്ന് പറയും. അത് കേട്ട വഴി ഇവിടെ NGO യൂണിയൻകാർ വലിയ സമരം പ്രഖ്യാപിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ സർക്കാർ ഉദ്യോഗസ്ഥ സമരം വരും. NGO യൂണിയൻ മാത്രമല്ല, NGO അസോസിയേഷനും മറ്റ് ഭരണാനുകൂല സംഘടനകളും എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുത്തു. അത് വലിയൊരു സമരമായിരുന്നു, 1.5 സമരം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മാസത്തിലധികം ഒരു സമരം ചെയ്ത് അവസാനം ആന്റണി മുട്ടുകുത്തി എന്ന് മാത്രമല്ല,
സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പകയോടുകൂടി ആ സർക്കാരിനെതിരെ പെരുമാറി. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിന്നെ വന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതിൽ കേരളത്തിൽ 20-ൽ 19 സീറ്റിലും UDF തോറ്റു. 18 സ്ഥലത്ത് LDF ജയിച്ചു. ഒരു സീറ്റിൽ NDA സ്ഥാനാർത്ഥി, അത് മൂവാറ്റുപുഴയിൽ PC തോമസ് ആയിരുന്നു, അദ്ദേഹം വിജയിച്ചു. അങ്ങനെ അതിഭയങ്കരമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിൽ ആ സമരവും ആൻ്റണിയുടെ നടപടിയും ഇടയാക്കി. 5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അവരുടെ കുടുംബാംഗങ്ങളും വേറൊരു നിലപാടെടുത്താൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെ വലിയ സമരങ്ങൾ ചെയ്തവരാണ്. അതുപോലെ ഡയസ്നോൺ നിർത്തലാക്കാൻ വേണ്ടി സമരം ചെയ്തവരാണ്. പങ്കാളിത്ത പെൻഷനെതിരായിട്ട് സമരം ചെയ്തവരാണ്. ഇതൊക്കെ ചെയ്ത് തഴമ്പിച്ച NGO യൂണിയൻകാർക്ക് ഇപ്പോൾ വായിലും നാക്കില്ല. NGO യൂണിയൻ ഇപ്പോൾ ആരും പ്രസിഡന്റ് പോലും നമുക്കറിയില്ല. ഈ മാസം നമ്മൾ അടുത്തവൻ്റെ പിന്നത്തെ മാസം കിട്ടിയാലും ഒന്നും പറയാൻ പറ്റുകയില്ല. തോമസ് ഐസക് ആദ്യം സാലറി ചലഞ്ച് നടപ്പാക്കി. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം പിടിച്ചു പറിച്ചു. ഒരു മാസം ശമ്പളം 10 ഗഡുക്കളായിട്ട് പിടിച്ചെടുക്കുന്ന ഒരു പരിപാടി തുടങ്ങി. അന്നും NGO യൂണിയൻ്റെ വായിൽ പഴമായിരുന്നു, അവർക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. പഴം പോലും അല്ല, അവലോസ് പൊടിയാണ്. വായിൽ അവലോസ് പൊടി ഇട്ടാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും NGO യൂണിയന് യാതൊരു കുലുക്കവും ഇല്ല, അവലോസ് പൊടി ഓവർലോഡാണ്. ഏതായാലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ പരിതപിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആളല്ല, അതിൽ അസൂയപ്പെടുന്നു എന്ന് പറയാൻ കൂടുതൽ ശരി. കാരണം 29 ദിവസം ജോലി ചെയ്തവന് 30 ദിവസം ശമ്പളം കിട്ടും എന്നുള്ളതാണ്, അല്ലെങ്കിൽ 30 ദിവസം ജോലി ചെയ്തവന് 31 ദിവസം ശമ്പളം കിട്ടും എന്നുള്ളതാണ് ഈ സർക്കാർ ഉദ്യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. ആ ആകർഷകത്വം കൂടി ഇല്ലാതാവും. ജോലി ചെയ്താൽ ശമ്പളം കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മുഖ്യ ധനകാര്യ സജീവനായ ബാലഗോപാലിനും തീർച്ചയായിട്ടും അഭിമാനിക്കത്തക്കതായ ഒരു നേട്ടം തന്നെയാണ്, അല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ മന്ത്രിമാരെ സംബന്ധിച്ചുള്ളൊരു ബുദ്ധിമുട്ടില്ല. അവരുടെ ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, അവരുടെ TA DA കിട്ടുന്നുണ്ട്, മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്, സ്റ്റേറ്റ് കാറിൽ അടിക്കാനായിട്ട് പെട്രോളുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്. എന്തിന് നവകേരള സദസ്സിൽ പങ്കെടുത്തതിൻ്റെ ക്ഷാമബത്ത പോലും ഇവർ യാതൊരു ഉളുപ്പില്ലാതെ ഖജനാവിൽ നിന്ന് എഴുതി വാങ്ങിച്ചു. കോടീശ്വരനായ മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ മൊബൈൽ ഫോൺ വാങ്ങിച്ചതിൻ്റെ പൈസയും ഖജനാവിൽ നിന്ന് അനുവദിച്ച ബില്ല് ഞാൻ കണ്ടു. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ മെഡിക്കൽ ബില്ലുകൾക്ക് സമയാസമയങ്ങളിൽ പാസ്സാവുന്നുണ്ട്. മറ്റ് മന്ത്രിമാർക്കും ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. മന്ത്രിമാർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണല്ലോ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. വഞ്ചിഭൂമി പതയെ ചിരം സഞ്ചിതാപം ജയിക്കണം എന്നാണ് പണ്ട് തിരുവിതാംകൂറുകാരായ ഞങ്ങളുടെയൊക്കെ പൂർവികന്മാർ, പിതാമഹന്മാരിങ്ങനെ വഞ്ചീശമംഗളം പാടിയിരുന്നത്. ഇപ്പോൾ ആ വഞ്ചീശമംഗളത്തിൻ്റെ സ്ഥാനത്ത് കാരണഭൂത മംഗളമാണ് നമ്മൾ ആലപിക്കുന്നത്. ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും പ്രശോഭിക്കാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാബു തന്നെ എന്ന പാട്ടുണ്ട്. പിന്നെ കാറ്റിൽ പറക്കും കഴുകനെ, കൊത്തിക്കീറും പരുന്തിനെ എന്നൊക്കെയുള്ള പാട്ടുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പാടി നമുക്ക് സന്തോഷമായിട്ടിരിക്കാം. ഏതായാലും മന്ത്രി ബാലഗോപാലിനെയും അദ്ദേഹത്തിൻ്റെ മറ്റ് സഹസജീവന്മാരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള രസകരമായ ഭരണപരിഷ്കാരങ്ങൾ ഉണ്ടാകും. വിക്രമാദിത്യൻ്റെ മറ്റ് പല കഥകളും നമ്മൾ മറന്നുപോയതൊക്കെ ഓർമ്മിക്കേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുന്നു. ഇൻക്വിലാബ് സിന്ദാബാദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.